നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 10-ാം ഇടത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 അതായത് ഈ വർഷം മാർച്ച് മാസം 29-ാം തീയതി രാത്രിയാണ് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ശനിയുടെ മാറ്റത്തെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് നോക്കുക. കാരണം ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ശനി ആളുകളെ ഉപദ്രവിക്കാറുണ്ട് എന്നൊരു ധാരണ. ശനി സത്യത്തിൽ ഉപദ്രവിക്കാറുണ്ട്. ഇവിടെ ശനി മീനം രാശിയിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മാർച്ച് 29 മുതൽ 2.5 വർഷക്കാലം ശനി ഏകദേശം ഒരു രാശിയിൽ നിൽക്കുമെന്നാണ്. ഏകദേശം 2028 മാർച്ച് മാസത്തോടു കൂടി മാത്രമേ പിന്നീട് മേടത്തിലേക്ക് ശനി സംക്രമിക്കുന്നുള്ളൂ. അപ്പം 2.5-3 വർഷത്തേക്ക് ഇവിടെയാണ് നിൽക്കുന്നത്, അതായത് മീനം രാശിയിൽ. ഇവിടെ ഒരു പ്രത്യേകത, മീനം രാശിയിലും ധനുരാശിയിലും മകരം രാശിയിലും കുംഭം രാശിയിലും തുലാം രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലം പൊതുവെ ദോഷം ചെയ്യില്ല എന്നൊരു പ്രമാണമുണ്ട്. മകരകുംഭാദികൾ, ധനുമീനം, പിന്നെ തുലാം, ഈ രാശികൾ ശനിക്ക് വളരെ പ്രിയപ്പെട്ട രാശികളാണ്. തുലാം ശനിയുടെ ഉച്ചരാശിയാണ്. തുലാത്തിൽ നിൽക്കുമ്പോൾ അത് ശനിയുടെ ഉച്ചരാശിയാണ്. അതുപോലെ മകരത്തിലും കുംഭത്തിലും നിൽക്കുമ്പോൾ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ്. വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിലും നിൽക്കുമ്പോൾ ശനി വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് പ്രമാണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മാറ്റം ശനി പലർക്കും വലിയ ഉപദ്രവങ്ങൾ ചെയ്യില്ല എന്ന് വേണം ധരിക്കാൻ. ഓരോ കൂറിൻ്റെയും അടിസ്ഥാനത്തിൽ 27 നക്ഷത്രക്കാർക്കും ഇതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രാൽ നോക്കുമ്പോൾ ശനിക്ക് 10ഉം 11ഉം ഭാവാധിപത്യമാണ്. അതായത് കർമ്മത്തിൻ്റെയും വരുമാനത്തിൻ്റെയും സ്ഥാനം. അപ്പോൾ കർമ്മത്തിൻ്റെയും വരുമാനത്തിൻ്റെയും സ്ഥാനം 12ലേക്ക് വന്നിരിക്കുന്നു. 12ലും 1ലും പിന്നെ 2ലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. 2.5+2.5+2 7.5 വർഷം. അപ്പോൾ മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും ജന്മശനിയിലാണ് ശനി കൂടുതൽ ദോഷം ചെയ്യുക, പ്രത്യേകിച്ചും ഏഴര ശനിക്കാലത്ത്. ജന്മശനി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടകനും ഏഴര ശനിയും ഒരുമിച്ച് വരുന്നു. 2028 ശേഷം ഏകദേശം 2.5 വർഷത്തോളമായിരിക്കും മേടക്കൂറുകാർക്ക് ജന്മശനി വരിക. ആ കാലഘട്ടത്തിലാണ് ശനി കൂടുതൽ രൂക്ഷമാവുക എന്നാണ് പറയാറ്. മാത്രമല്ല അത് ശനിയുടെ നീചരാശി കൂടിയാണ്. അപ്പോൾ ആ കാലഘട്ടമാണ് കൂടുതൽ ഭയക്കേണ്ടത് മേടക്കൂറുകാർ. തൽക്കാലം ഏഴര ശനി അവർക്ക് തുടങ്ങി എന്ന് ചിന്തിക്കുക മാർച്ച് 29 ശേഷം. അപ്പോൾ കർമ്മരംഗത്ത്, പ്രവർത്തന രംഗത്തും ആ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാന സ്ഥാനവുമാണ് പ്രധാനമായും ദോഷമായി ചിന്തിക്കേണ്ടത്. 7ൽ നിന്നുകൊണ്ട് ശനി 12ൽ നിന്നുകൊണ്ട് നോക്കുന്നത് കൃത്യമായിട്ട് 6-ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ ഉദരരോഗമുള്ളവർക്ക് ഉദരരോഗം വരാം. ശത്രുക്കൾ ഇവർക്കുമേൽ കൂടുതൽ ഗൗരവമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാം. വിമർശനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരാം. കടബാധ്യതയുള്ളവർക്കത് പെരുകാം. അതുപോലെ തങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നവർ, പ്രത്യേകിച്ചും മാർച്ച് 29 ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് തിരിച്ചു കിട്ടണമെന്നില്ല അങ്ങനെ കൊടുത്താൽ. അപ്പോൾ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ കർമ്മരംഗവും സാമ്പത്തികമായ അവരുടെ നേട്ടത്തിൻ്റെ കാര്യത്തിലും, അതായത് വരുമാന ഭദ്രതയുടെ കാര്യത്തിലും, അതുപോലെ തന്നെ ഉദരവുമായി ബന്ധപ്പെട്ടുള്ള രോഗത്തിൻ്റെ കാര്യത്തിലും, ശത്രുക്കളെ ഉണ്ടാക്കുന്ന കാര്യത്തിലും കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉള്ള ശത്രുക്കളെ എങ്ങനെയും സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. രോഗവ്യാധി, ഉദരവുമായി ബന്ധപ്പെട്ടുള്ള രോഗത്തിന് ശമനം വരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുക. പുതിയതായിട്ടൊന്നും ഉടൻ തുടങ്ങാതിരിക്കുക. പ്രത്യേകിച്ചും 2028 മുതൽ 2031 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ളതിനെ വച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സാമ്പത്തികമായി അമിത ചെലവിനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും മേടക്കൂറിൽപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 10ഉം 11ഉം ഭാവാധിപത്യം ഉള്ളതിനാൽ വരുമാനത്തിൻ്റെയും തൊഴിലിൻ്റെയും കാര്യത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നല്ലവണ്ണം കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇതൊന്നും വളരെ ഗൗരവമായി വരികയില്ല എന്നും ചിന്തിക്കണം. മാത്രമല്ല ഗ്രഹനിലയിൽ ശനി ഈ പറയുന്ന രാശികളിൽ നിൽക്കുകയാണെങ്കിലോ, അതായത് മീനത്തിലോ ധനുവിലോ മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ നിൽക്കുകയാണെങ്കിലും, ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിലും, ലഗ്നാൽ 3-ലോ 6-ലോ 11-ലോ ഒക്കെ സഞ്ചരിക്കുകയാണെങ്കിലും ആ ശനി വലിയ ദോഷം ചെയ്യില്ല ഏഴര ശനിക്കാലത്ത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടകശനിയാണ് മാറിയിരിക്കുന്നത്. 10ാം ഭാവത്തിൽ നിന്ന് ശനി 11ൽ വന്നിരിക്കുന്നു. മാർച്ച് 29 മുതൽ
3, 6, 11 ശനി സഞ്ചരിക്കുന്ന കാലം അത്യുത്തമം എന്നാണ് പ്രമാണം. 11 പ്രത്യേകിച്ചും 11 വ്യാഴത്തിൻ്റെ രാശി കൂടി ആയതിനാലും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9ഉം 10ഉം ഭാവാധിപത്യം ശനിക്കുള്ളതിനാലും രാജയോഗപ്രദനാണ് ശനി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 2025 മാർച്ച് 29 മുതൽ ഏകദേശം 2028 വരെ നല്ല സാമ്പത്തിക ലാഭത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിക്കാം, തൊഴിൽ മേഖലയിൽ കൂടുതൽ സാമ്പത്തികമായ പുഷ്ടി വരാം, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകാം. ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ആ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തും. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നടത്താൻ സാധിക്കും. സർവാഭീഷ്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും പിതൃക്കളിൽ നിന്ന് കിട്ടിയ സ്വത്ത്, മാതാവിൽ നിന്ന് കിട്ടിയ സ്വത്ത്, ഇതിനെയൊക്കെ വിപുലമാക്കാൻ സാധിക്കും ഇവർക്ക്. കാരണം എന്തെന്ന് വെച്ചാൽ ശനി 11 സഞ്ചരിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണം. നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിൽ കൂടിയാണ്. ധനപരമായി നല്ല നേട്ടമുണ്ടാവും. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്കിപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഈ മാറ്റം. സർവാഭീഷ്ടം, ഒരുപാട് കാര്യങ്ങൾ നടക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടക്കാം. ജ്യേഷ്ഠ സഹോദരന്മാർക്ക് നല്ല ഉയർച്ചയുണ്ടാവാം. ഈ വ്യക്തികൾക്ക് തന്നെ, ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് തന്നെ നല്ല ഉയർച്ചയുണ്ടാവാം. വിദേശവുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കാം. വിദേശത്ത് സ്ഥിരവാസത്തിന് സാധ്യമാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നടക്കും. അതേസമയം മൂത്ത സഹോദരൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. പൊതുവെ ഇടവക്കൂറിന് ഗുണകരമാണ് ഈ ശനി 11ലേക്ക് പോയിരിക്കുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം, ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. അഷ്ടമാധിപത്യവും 9ാം ഭാവാധിപത്യവും മിഥുനക്കൂറിന് സംബന്ധിച്ചിടത്തോളം ശനിയെ ബാധിച്ചിട്ടുണ്ട്. അതായത് 8ൻ്റെയും 9ൻ്റെയും ഭാവാധിപത്യം ശനിക്കുണ്ട്. ആ ശനിയാണ് 10ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. പകുതി ദോഷവും പകുതി ഗുണവും തീർച്ചയായും മിഥുനക്കൂറിന് അല്ലെങ്കിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ മാറ്റം കൊണ്ട് പ്രതീക്ഷിക്കണം. കാരണം അഷ്ടമാധിപത്യം കൊണ്ട് ശനി ദുഷ്ടത്തരം ചെയ്യുകയും 9ാം ഭാവാധിപത്യം കൊണ്ട് കുറേ നന്മ ചെയ്യുകയും ചെയ്യും. നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിൽ ആയതിനാലും വ്യാഴത്തിൻ്റെ രാശിയിൽ നിന്നാൽ വലിയ ദ്രോഹങ്ങൾ ചെയ്യില്ല എന്ന പ്രമാണം ഉള്ളതിനാലും, അതുപോലെ മിഥുനം രാശിയിൽപ്പെട്ടവരുടെ ലഗ്നം ഗ്രഹനില പരിശോധിച്ചാൽ അതിനനുസരിച്ച് ശനിക്ക് ഇഷ്ടഭാവത്തിൽ ബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിലും കർമ്മരംഗത്ത് വലിയ ദോഷങ്ങൾ വരാനുള്ള സാധ്യതയില്ല. പൊതുവേ രാഹുവാണ് അവർക്കിപ്പോൾ നിൽക്കുന്നത്. മെയ് മാസത്തോടു കൂടിയേ രാഹു 9ലോട്ട് പോകൂ. അപ്പോൾ രാഹുവും ശനിയും കൂടെ ഒരുമിക്കുന്ന ഒരു കാലഘട്ടം മാർച്ച് 29 മുതൽ ഏകദേശം മെയ് 20-25 ദിവസങ്ങൾ വരെയാണ്. ഏകദേശം 2 മാസത്തോളം ഇവരുടെ ഒരുമിച്ചുള്ള വേഴ്ചയുണ്ട് 10ാം ഭാവത്തിൽ. അപ്പോൾ കർമ്മരംഗത്ത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവരെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഉണ്ടാകാം, മറ്റുള്ളവർക്ക് ചില അപവാദങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരാം. ചിലർക്ക് തൊഴിലിടം വിട്ടുപോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരുന്ന സന്ദർഭങ്ങളും വിരളമല്ല. എന്തായാലും കർമ്മഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ഒക്കെ മറ്റ് ആനുകൂല്യങ്ങൾ, വ്യാഴം രാശിയിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് അതിനൊന്നും വലിയൊരു ഗൗരവം ഉണ്ടാകില്ല എന്ന് നമുക്ക് ധരിക്കാം. പൊതുവേ കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് ധാരാളം തടസ്സങ്ങളുണ്ടാവും. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ, തൊഴിൽ കൃത്യമായി ആഗ്രഹിച്ച തൊഴിൽ കിട്ടാതിരിക്കുക, അങ്ങനെ കിട്ടിയാൽ തന്നെ ധാരാളം പ്രതിബന്ധങ്ങൾ വരിക, വളരെ മോഹിച്ച് കിട്ടുന്ന ഒരു ജോലിയിൽ നിന്നും ആ രംഗത്തു നിന്നും ഒരുപാട് മോശപ്പെട്ട അഭിപ്രായങ്ങളും പരിഹാസങ്ങളും അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കൊണ്ട് ആ ആഗ്രഹം തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ടാവുക, അല്ലെങ്കിൽ നാം വിചാരിച്ച സാമ്പത്തിക നേട്ടം ആ മേഖലയിൽ നിന്ന് കിട്ടാതിരിക്കുക, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനൊക്കെയും ഗൗരവം മാരകമായ തരത്തിലായിരിക്കില്ല എന്ന് തീർച്ചയായും ആശ്വസിക്കാം മിഥുനക്കൂറിനെ സംബന്ധിച്ച്. അതേസമയം തന്നെ ഇതിൻ്റെ വേറൊരു ഗുണം, മിഥുനക്കൂറിൽ അവരുടെ ഗ്രഹനിലയിൽ ശനിക്ക് ബലമുണ്ട് എങ്കിൽ ഇവർക്ക് കിട്ടുന്നത് മാർച്ച് 29 ശേഷം കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലിയായിരിക്കും. ഇവരുടെ കീഴിൽ ധാരാളം സബോർഡിനേറ്റ്സുകൾ വരും. ധാരാളം വെല്ലുവിളികൾ ജോലിയിലുണ്ടാവും. തീർച്ചയായിട്ടും ടാർഗറ്റ് പോലുള്ള ഭീകരമായ വെല്ലുവിളികൾ ഇവരെ നേരിടാൻ കാത്തു നിൽക്കും. അതിനെ അതിജീവിക്കാനും സാധിക്കും. കാരണം ശനി കഠിനാധ്വാനത്തിൻ്റെ ഒരു ഗ്രഹമാണ്, ക്ഷമയുടെ ഗ്രഹമാണ്, സ്ഥിരതയുടേതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിജീവിക്കാനും സാധിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 8ൻ്റെയും 9ൻ്റെയും ഭാവാധിപത്യം ശനിക്കുള്ളതിനാലും അവരവരുടെ ഗ്രഹനിലയിൽ ശനിക്ക് ബലമുണ്ടോ എന്ന് പരീക്ഷിച്ചുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ശനി സ്വാഭാവികമായിട്ടും അവർക്ക് ഗുണത്തെ ചെയ്യും. ആ കാര്യം പ്രത്യേകം മറക്കാതിരിക്കുക. അത് എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് രാഹു കൂടി ഏകദേശം 2 മാസത്തോളം കൂടെ നിൽക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് വെല്ലുവിളികളും അതുപോലെ തന്നെ അബദ്ധ ധാരണകളും
ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ചില പ്രത്യേക അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ സാധിക്കും. അത് പ്രത്യേകം കരുതലെടുക്കുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പുണർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 8-ൽ നിന്നിരുന്ന ശനി 9-ലേക്ക് മാറുന്നു. 7ഉം 8ഉം ഭാവാധിപത്യം, മാരകാധിപത്യവും ദുഷ്ടാധിപത്യവുമുള്ള ശനിയാണ് 9-ലേക്ക് പോകുന്നത്. 9 അത്ര വലിയ കേമ സ്ഥലമൊന്നുമല്ല ശനിക്ക്. 3, 6, 11 മാത്രമാണ്. 3-ലും 6-ലും 11-ലും ശനി സഞ്ചരിക്കുന്ന കാലം മാത്രമാണ് ഗുണം. 10-ൽ സാമാന്യം ഗുണം ചെയ്യുന്നുണ്ട്. 9 അത്ര ഗുണമല്ല. എങ്കിലും അഷ്ടമത്തിൽ നിന്നിരുന്നതിൻ്റെ കഷ്ടത എന്തായാലും കർക്കിടകക്കൂറുകാർ അനുഭവിക്കേണ്ടി വരില്ല. മാർച്ച് 29-ന് ശേഷം രോഗം അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത, തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ, സർവ്വകാര്യങ്ങളിലെ വിഘ്നം, പൊതുവെയുള്ള ആലസ്യം, ദുഃഖം, വേർപാടുകൾ, ഇതിനൊക്കെ ഒരു ശമനമുണ്ടാകും. 9-ൽ പോകുമ്പോൾ പിതാവിനത്ര നല്ലതല്ല. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലും സംരംഭങ്ങളിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ദോഷമായിട്ട് വരികയുള്ളൂ. കർക്കിടക രാശിക്കാർക്ക് പൊതുവേ തന്നെ ശനി അത്ര നല്ലതല്ല. ആ ശനി ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ നല്ല സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. മാത്രമല്ല ഇവിടെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും 9-ൽ നിൽക്കുന്നതിൻ്റെ ദോഷം കുറച്ച് കുറയുമെന്ന് വേണം ചിന്തിക്കാൻ. പിതൃഭാവത്തിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം. 9-ാം ഭാവത്തിൻ്റെ കാരകത്വം വ്യാഴത്തിനുള്ളതിനാൽ അവിടെ ചെന്ന് ശനി നിൽക്കുമ്പോൾ പിതാവിനെ ഹനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുടെ കാര്യത്തിലോ അവിടെ ജോലിയുടെ കാര്യത്തിലോ അവിടെ താമസം സ്ഥിരമാകുന്നതിൻ്റെ കാര്യത്തിലോ പഠന സംബന്ധമായ കാര്യത്തിലോ ഉപരിപഠന സംബന്ധമായ കാര്യത്തിലോ ഒന്നും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് വേണം ധരിക്കാൻ. എന്നാലും എപ്പോഴും പറയാറുണ്ട്, ശനിയും ചൊവ്വയും കേതുവും രാഹുവും എന്തായാലും പാപഗ്രഹങ്ങളാണ്. പാപഗ്രഹങ്ങൾ അവരുടെ മൂർഖത്വം എപ്പോഴെങ്കിലും പുറത്തെടുക്കും. അത് പ്രത്യേകമായി കരുതലെടുക്കുക. പ്രാർത്ഥനയും അതുപോലെ തന്നെ നിഷ്ഠകളും കൃത്യമായി പാലിച്ചു പോവുക. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനെ അതിജീവിക്കാനുള്ള വിനയപൂർവമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കുക. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 6-ൻ്റെയും 7-ൻ്റെയും ഭാവാധിപത്യമുള്ള ശനി. ഇവിടെയും മാരകാധിപത്യം ശനിക്കുണ്ട്. 7 എന്ന് പറഞ്ഞാൽ മാരകസ്ഥാനമാണ്. അപ്പോൾ 7-ാം ഭാവാധിപത്യം കൂടി ശനിക്കുള്ളത് കൊണ്ട് ആ ശനിയാണ് മാർച്ച് 29 മുതൽ ചിങ്ങക്കൂറിന് 8-ലോട്ട് പോകുന്നത്. അപ്പോൾ 8-ൽ ഇപ്പോൾ തന്നെ നിൽക്കുന്ന രാഹു 7-ലേക്ക് വരാൻ മെയ് പകുതി കഴിയണം. അപ്പോൾ കുറച്ച് ആദ്യത്തെ ഒരു 2 മാസം മാർച്ച് 29 മുതൽ മെയ് പകുതിക്ക് ശേഷം വരെ രാഹുവും അതുപോലെ തന്നെ ശനിയും ഒരുമിച്ചാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. അഷ്ടമം എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നാണ്. സകല ഗ്രഹങ്ങളും ഉത്തമമായി നല്ല ഭാവങ്ങളിൽ നിന്നാലും അഷ്ടമത്തിൽ ഒരു ദുഷ്ടൻ നിന്നാൽ കഷ്ടമേ ജീവിതം എന്ന പ്രമാണം മറക്കാതിരിക്കുക. അഷ്ടമത്തിൽ ശനി അതുപോലെ രാഹു ഈ 3 പേര് നിൽക്കുമ്പോൾ ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആയുസ്സിന് പ്രശ്നമുണ്ടാക്കാവുന്ന കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ജീവിത സന്ദർഭങ്ങൾ, പൊതുവെ കുടുംബത്തിലെ ജീവിത സന്ദർഭങ്ങൾ, പങ്കാളിയുമൊത്തുള്ള ജീവിതം, അതുപോലെ തന്നെ പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും തടസ്സമോ പ്രശ്നങ്ങളോ ആകുലതകളോ വ്യാധിയോ ഉണ്ടാകാം. രോഗം അല്ലെങ്കിൽ അസുഖം ഒക്കെ ഓൾറെഡി ഉള്ളവർ അത് മൂർച്ഛിക്കാനിടയുണ്ട്. ദൗർഭാഗ്യങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട അവസ്ഥകളും പിന്തുടരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാൻ നോക്കുക. അല്ലെങ്കിൽ ശനി 8-ൽ പോകുമ്പോൾ ഇത് വർദ്ധിക്കാനിടയുണ്ട്. നമ്മുടെ കർമ്മമാണ് എപ്പോഴും ജീവിതത്തെ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയും എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇവിടെ ശനിക്ക് അഷ്ടമാധിപത്യം 7-ാം ഭാവാധിപത്യമുള്ള ശനി അഷ്ടമത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, ജീവിത പങ്കാളിയുമായി പ്രശ്നമുണ്ടാകാം, അതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കുഴപ്പമുണ്ടാകാം, സ്വന്തം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പ്രശ്നങ്ങളുണ്ടാകാം, സകലമാന ജീവിതത്തിലെ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ഒക്കെ മാറ്റം അനുസരിച്ച് കാലാകാലങ്ങളിൽ ചെറിയ ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ അഷ്ടമശനി ദുഷ്ടത്തരമാണ് കാണിക്കുക. ഇവിടെയും നേരത്തെ ആദ്യം പറഞ്ഞ ആ പ്രമാണം തന്നെയാണ് ആശ്വാസമായി നിലനിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളിലും ധനുമീനത്തിൽ, വ്യാഴക്ഷേത്രങ്ങളായ ധനുമീനത്തിലും മകരകുംഭാദികളിലും തുലാത്തിലും ശനി സഞ്ചരിക്കവേ ദോഷങ്ങൾ ചെയ്യില്ല, വലിയ ദോഷങ്ങൾ ചെയ്യില്ല എന്ന് വേണം ചിന്തിക്കാൻ. മാത്രമല്ല ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിൽ ബലവാനായി നിന്നാലും ഗോചരാൽ മോശസ്ഥലത്ത് വരുമ്പോൾ വലിയ ദോഷങ്ങൾ ചെയ്യില്ല. എങ്കിലും മൂർഖത്വം ശനിക്കുണ്ട്. 8-ലായതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴേ ദുശീലങ്ങൾ, ആരോഗ്യ സംബന്ധമായ അനാസ്ഥകൾ, ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന അശ്രദ്ധകൾ ഇതെല്ലാം തന്നെ കാത്തുരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, ജപപ്രാണ ഈ ആദികൾ കൃത്യമായിട്ട്, യോഗാദികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ചിങ്ങക്കൂറിനോട് പറയാനുള്ളത്. അടുത്തത് കന്നിക്കൂറാണ്.
കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അതായത് 5ൻ്റെയും 6ൻ്റെയും ആധിപത്യമാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശനിക്കുള്ളത്. ഇവിടെയും പകുതി ശനി ഗുണവും പകുതി ദോഷവുമാണ്. അങ്ങനെയുള്ള ശനി 7ലോട്ടാണ് കന്നിക്കൂറിന് പോകുന്നത്. സ്വാഭാവികമായും 7 കുടുംബജീവിതമാണ്, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ്, സംരംഭങ്ങളാണ്, ജോലിയാണ്, വിദേശയാത്രയാണ്, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സംരംഭങ്ങളാണ്, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യലാണ്, കുടുംബമാണ്. സർവ്വവിധത്തിലും നിവൃത്തി സ്ഥാനത്തിൻ്റെ ഒരു ഭാവം 7-നുള്ളതുകൊണ്ട് അവിടേക്ക് ശനി പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ മേഖലകളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാം, സ്വന്തം രാജ്യത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ മാറി നിൽക്കേണ്ടി വന്നേക്കാം, വിദേശവുമായി ബന്ധപ്പെട്ട ജോലികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം, എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം എന്നാണ് പ്രമാണം. വിദേശത്താണെങ്കിൽ വിദേശത്ത് നിന്ന് ചിലപ്പോൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് തന്നെ ശിക്ഷാർഹം മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും പ്രമാണം പഴയത് തന്നെ ആവർത്തിക്കുന്നു. വ്യാഴരാശികളിൽ നിൽക്കുമ്പോഴും അതുപോലെ ശനിയുടെ സ്വന്തം രാശികളിൽ നിൽക്കുമ്പോഴും തുലാം രാശിയിൽ നിൽക്കുമ്പോഴും ശനി ദോഷത്തെ ചെയ്യില്ല എന്ന പ്രമാണം വെച്ച് ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ വലിയ ദോഷം കന്നിക്കൂറുകാർക്കും ചെയ്യില്ല എന്ന് വേണം ധരിക്കാൻ. പിന്നെ ഗ്രഹനിലയിൽ അവർക്ക് ശനി എത്രത്തോളം ബലത്തോടെ ഏതു ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനെയും അത് ആശ്രയിച്ചിരിക്കും. പൊതുവെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം 7ാം ഭാവമാകുമ്പോൾ ശാരീരികമായ അവശത, പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിലാണ്. അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖം, പാദവസനെ ശനി എന്നാണ് പ്രമാണം. പാദങ്ങളിലേക്ക് ഉള്ള രക്തചംക്രമണത്തിനൊക്കെ തടസ്സങ്ങളുണ്ടാകാം. വാദസംബന്ധമായോ ഡയബറ്റിക് സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അപകട സാധ്യതകളും ഉണ്ട്. എല്ലാം ശ്രദ്ധിച്ചു പോകണം. കാരണം കന്നിക്കൂറിന് അഷ്ടമാധിപത്യം കൂടിയുണ്ട് ചൊവ്വയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ചൊവ്വയും കൂടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ 7ൽ സഞ്ചരിക്കുന്ന ശനിയും കൂടെ ഒരുമിച്ച് ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. മെയ്യിൽ വ്യാഴവും മാറുന്നു. അതുപോലെ ശനി 5ൽ നിന്ന് ശനി 6ലേക്ക് പോകുന്നു. 4ഉം 5ഉം ഭാവാധിപൻ ആകയാൽ ശനി തുലാക്കൂറിന് യോഗകാരകനാണ്. രാജയോഗപ്രദനാണ് ശനി. ഗുണത്തെ വേണം കൊടുക്കാൻ. അത് 6ൽ ഗോചരാൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അതായത് ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗംകാർക്ക് കുറേ സാമ്പത്തിക നേട്ടവും ഗുണങ്ങളും ഉണ്ടാവണം. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാവണം. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കുറേ മാറ്റമുണ്ടാവണം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ആ തടസ്സമെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമായി പുരോഗതിയിലേക്ക് പോകണം. അതുപോലെ തന്നെ ശത്രുക്കളായി നിന്നിരുന്നവർ, തങ്ങളുടെ വിജയത്തിനും തങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനും തടസ്സമായി നിന്നിരുന്ന ശത്രു മനോഭാവമുള്ളവർ അതെല്ലാം മാറ്റി മിത്രങ്ങളായി സഹകരിച്ച് കൂടെ നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായി വരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന യാത്രകൾ, മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ, പ്രവർത്തനങ്ങൾ, ജോലി, ഇതെല്ലാം തന്നെ സജീവമായി മുന്നോട്ട് പോകണം. ആരോഗ്യം കുറച്ചുകൂടി സംരക്ഷിക്കപ്പെടും. കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരും. തങ്ങൾക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടും. അങ്ങനെ പൊതുവേ ഗുണകരം ആണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 29 ശേഷം ഏകദേശം 2.5 വർഷത്തേക്ക്. മെയ് 14 തൊട്ട് അവർക്ക് 8ൽ നിൽക്കുന്ന വ്യാഴവും മാറുകയാണ്. അതുകൊണ്ട് പൊതുവേ ഈ വർഷം പ്രത്യേകിച്ചും മാർച്ചിനും പിന്നെ മെയ്ക്കും ശേഷം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണെന്നാണ് കാണുന്നത്. ലോട്ടറി അടിക്കാം. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാം. ധനപരമായി നല്ല നേട്ടമുണ്ടാകാം. മുടങ്ങിക്കിടന്നിരുന്ന ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ് മാറുന്നത്. 3ഉം 4ഉം ഭാവാധിപത്യമുള്ള ശനി 4ൽ നിന്ന് 5ലേക്ക് മാറുന്നു. സ്വാഭാവികമായിട്ടും ഇവരുടെ കണ്ടക ശനി മാറുന്നു. 4ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഒരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് പലപ്പോഴും 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി. ആ തടസ്സമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാറുന്നത്. അവർ കുടുംബസ്ഥനാവാം, വിവാഹം കഴിക്കാം, അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള അവരുടെ അറ്റാച്ച്മെൻറ്റ് വർദ്ധിക്കാം. മാതൃകുടുംബത്തിൽ നിന്ന് വലിയൊരു പങ്ക് തറവാട് ഭാഗിച്ചതിൻ്റെ വലിയൊരു പങ്ക് അവർക്ക് വരാം. മാതാവിൻ്റെ ആരോഗ്യം വർദ്ധിക്കാം. മാതാവുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ചയോ കലഹമോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്ത് ആര് നിൽക്കുന്നുവോ അവരുമായി ബന്ധപ്പെട്ടുള്ള കലഹമോ അഭിപ്രായ ഭിന്നതകളോ മാറാം. പിതാവുമായി നല്ല അടുപ്പമുണ്ടാകാം. ഒരുമിച്ചുള്ള കുടുംബസംബന്ധമായ ചില സംരംഭങ്ങൾ വിജയത്തിലെത്താം. വീട്ടിൽ വളർത്തുന്ന കൃഷിയായാലും മൃഗങ്ങളായാലും അവരുടെ ആരോഗ്യ സംബന്ധവും ഐശ്വര്യ സംബന്ധവുമായ കാര്യങ്ങളിലൊക്കെ ഗുണമുണ്ടാകാം. യാത്ര കൊണ്ട് ഗുണം, മറ്റൊരു ദേശത്ത് കൂടുതൽ ഗുണമുണ്ടാവുക, മറ്റൊരു ദേശത്തു നിന്ന് കൂടുതൽ ആദായം സ്വന്തം വീട്ടിലേക്കും രാജ്യത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കുക. അങ്ങനെ പൊതുവേ ഇവരുടെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ, വാഹനാപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം, പുതിയ വാഹനം വരുന്നതായി കാണുന്നു, വീട് മോടി പിടിപ്പിക്കപ്പെടുന്നു,
പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നു. അങ്ങനെ പൊതുവേ ഗുണമുണ്ട് 4-ാം ഭാവത്തിൽ ഇത് സഞ്ചരിക്കുമ്പോൾ, ശനി സഞ്ചരിക്കുമ്പോൾ. മീനം രാശിയിലായതിനാൽ അത് പ്രത്യേകം ഗുണത്തെ കൊടുക്കുകയും ചെയ്യും. എന്നാൽ മെയ് മുതൽ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുന്നുണ്ട്. ആ കാര്യം അത് വ്യാഴത്തിൻ്റെ മാറ്റത്തിലാണ് പറയേണ്ടതെങ്കിലും സൂചിപ്പിക്കുകയാണ്. ഒരു ഗ്രഹം കൂടുതൽ പവർഫുള്ളായി നിൽക്കുമ്പോൾ മറ്റൊരു ഗ്രഹം താരതമ്യേന മോശപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ അത്രയും ഭാഗങ്ങളൊന്ന് മൈനസ് ചെയ്യപ്പെടും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകം പ്രാർത്ഥനയും അതുപോലെ മറ്റു ചിട്ടകളും ഉണ്ട് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2-ൻ്റെയും അതുപോലെ 3-ൻ്റെയും ആധിപത്യമുള്ള ശനി ആണ് 4-ാം ഭാവത്തിലേക്ക് പോകുന്നത്. 4 എന്നാൽ കണ്ടകമാണ്. 1-ലും 4-ലും 7-ലും 10-ലും ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടക ശനി കാലം. കണ്ടകൻ എന്നാൽ കേന്ദ്രമെന്നേ അർത്ഥമുള്ളൂ. 1-ഉം 4-ഉം 7-ഉം 10-ഉം കേന്ദ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ 4-ൽ നിന്ന് 10-ലേക്ക് നോക്കുന്നതിനാൽ കർമ്മസ്ഥാനത്ത് ചില പ്രത്യേകമായ, ഇത്രയും നാൾ രാഹുകേതുക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നമുണ്ട്. മെയ് വരെ രാഹുകേതുക്കളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് 4-ാം ഭാവത്തിലേക്ക് ശനി പോകുമ്പോൾ തൊഴിൽ രംഗവും കുടുംബവും അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്നില്ല. എന്നാൽ വ്യാഴം 7-ലേക്ക് പോകുന്നത് കൊണ്ടുള്ള ഗുണം മെയ് മാസം മുതൽ ഇവർക്ക് വരും. മാത്രമല്ല ശനി 4-ലേക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ആയതുകൊണ്ടും നോട്ടം ബുധൻ്റെ ബന്ധുവിൻ്റെ രാശിയിലേക്കായതിനാലും ഇവർക്ക് കർമ്മഭാവത്തിൽ വലിയ ദോഷങ്ങൾ വരില്ല. മാതൃകുടുംബത്തിലും വലിയ ദോഷങ്ങൾ വരുന്നില്ല. ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സമാധാനവും ആശ്വാസവും സാമ്പത്തിക നേട്ടവും തൊഴിൽ ഭദ്രതയും ഉണ്ടാകും. തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ കർമ്മരംഗത്തോ ഇവർക്ക് നേരെ വന്നിരുന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ശമനമുണ്ടാവും. പക്ഷേ ഉത്തരവാദിത്വം വർദ്ധിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാതാവിനോ മാതൃതുല്യരായ ആൾക്കാർക്കോ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ ദോഷമുണ്ടാകാനുള്ള സാധ്യത, സഹോദരങ്ങളോ ബന്ധുക്കളോ ആയി ഇടയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരേ സമയത്ത് വരുമ്പോഴും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും സാമ്പത്തികമായ വർധനവുണ്ടാവുകയും ചെയ്യും. എന്നാൽ അതിനനുസരിച്ച് മാനസികമായി കൂടുതൽ പിരിമുറുക്കവും ഇവർക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ര ശനി പൂർണ്ണമായും മാറുകയാണ്. ശനി 3-ലേക്ക് പോകുന്നു. 2-ൽ നിന്ന് 12-ലും 1-ലും 2-ലും ശനി സഞ്ചരിക്കുന്ന കാലം 2.5+2.5+2 7-ര ശനി. ആ ശനിയാണ് 3-ലേക്ക് പോകുന്നത്. 7-ര ശനി കഴിഞ്ഞുള്ള ശനി 3-ാം ഭാവത്തിൽ വളരെ ഗുണത്തെ ചെയ്യുമെന്നാണ്. ആ പ്രമാണം വെച്ച് നോക്കുകയാണെങ്കിൽ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 7-ര ശനിക്കാലം തീർന്ന് ശനി വളരെ ഉത്സാഹത്തോടുകൂടി ഗുണത്തെ ചെയ്യണം. പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ രാശിയിൽ വലിയ ഗുണത്തെ ചെയ്യണം. ധനപരമായി, സാമൂഹ്യപരമായി, തൊഴിൽ സംബന്ധമായി, പ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. നല്ല വരുമാനം ഇവരിലേക്ക് വന്നു ചേരും. തങ്ങളുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും. മടിയും ആലസ്യവും കൊണ്ട് പൊടി പിടിച്ച് കിടന്നിരുന്ന കർമ്മരംഗം കുറച്ചുകൂടി സജീവമാകും. കൂടുതൽ ഉന്മേഷത്തോടു കൂടി ഊർജ്ജസ്വലരായി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. പുതിയ വാഹനം, പുതിയ വീട് ഇതെല്ലാം വന്നു ചേരും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായും നല്ല രീതിയിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനുള്ളൊരു മനസാന്നിധ്യവും സാഹചര്യങ്ങളും ഇവർക്ക് ഉടലെടുക്കും. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരുടെ ജീവിതത്തിൽ ഓജസ്സും ശക്തിയുമെല്ലാം കടന്നു വരും. സാമ്പത്തികമായി നല്ല നേട്ടം, ദീർഘദൂര യാത്രകൾ ചെയ്യാൻ സാധിക്കും. വിദേശവാസത്തിന് സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഗുണകരമാണ്. പക്ഷേ ചിന്തിക്കേണ്ടത് വ്യാഴം 6-ൽ പോകുന്നുണ്ട് മെയ് മുതൽ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ ശനിയുടെ ഗുണം കൊണ്ട് വ്യാഴത്തിൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വേണം ചിന്തിക്കാൻ. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിന്നിരുന്ന ശനിയാണ് അത് വിട്ട് അടുത്ത 2-ാമത്തെ ഭാവത്തിലേക്ക് പോകുന്നത്. 7-ര ശനി പൂർണ്ണമായും തീർന്നിട്ടില്ല. എന്നാൽ 7-ര ശനിയിലെ ഏറ്റവും കാഠിന്യമുള്ള 2.5 വർഷം, അതായത് ജന്മശനി, അത് അവസാനിക്കുകയാണ് മാർച്ച് 29 കുംഭക്കൂറുകാർക്ക്. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. അതുകൊണ്ട് ഇവർക്കൊരു വലിയ ആശ്വാസമാണ് വരുന്നത്. മാത്രമല്ല മേയോടുകൂടി വ്യാഴം ഇവർക്ക് 5-ാം ഭാവത്തിലേക്കും പോകും. അതുകൊണ്ട് സ്വാഭാവികമായും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും കാലമാണ് അവർക്ക് വരുന്നത്. ചെയ്യുന്ന അധ്വാനത്തിന് കൃത്യമായി വരുമാനം കിട്ടുക, കുറച്ചുകൂടി ഭാഗ്യത്താൽ ഉണ്ടാകാവുന്ന സമാന്തര ജോലികൾ വരിക, വിദേശവാസം നടക്കുക, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുക, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സഫലീകരണം ഉണ്ടാവുക, യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരണം. 7-ര ശനി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ളത് വിശ്വസിച്ചു കൊള്ളണം. കാരണം ശനി ഇനി 2.5 വർഷം കൂടി മാർച്ച് 29 ശേഷമുണ്ട്. 2028 കൂടിയേ പൂർണ്ണമായും കുംഭക്കൂറുകാർക്ക് 7-ര ശനി തീരുകയുള്ളൂ. എങ്കിലും
മീനം രാശിയിൽ വ്യാഴരാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ദോഷത്തെ ചെയ്യില്ല, വലിയ ദോഷത്തെ ചെയ്യില്ല എന്നുള്ള പ്രമാണവും ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അവരുടെ സ്വകാര്യമായ ജാതകം പരിശോധിക്കുമ്പോൾ ഇഷ്ടഭാവത്തിൽ ബലത്തോടു കൂടിയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ദോഷം പരമാവധി കുറഞ്ഞു തന്നെ ഇരിക്കുമെന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. എന്നാലും കഴിഞ്ഞ 2.5 വർഷത്തേക്കാൾ എത്രയും ഭേദമായിരിക്കും ഇനിയുള്ള 2.5 വർഷമെന്ന് കൃത്യമായും കുംഭക്കൂറുകാരോട് പറയുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി 2023 തുടങ്ങി 2025 മാർച്ച് 29 മുതൽ അത് ജന്മശനിയായി മാറുന്നു. ജന്മശനി പലപ്പോഴും പല തടസ്സങ്ങളും ഉണ്ടാക്കും. ഇവിടെ ആശ്വസിക്കാനുള്ള ഒരേ ഒരു പ്രമാണം ശനി വ്യാഴം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വലിയ ദോഷത്തെ ചെയ്യില്ല. അതുപോലെ തന്നെ ശനിക്ക് 11ഉം 12ഉം ഭാവാധിപത്യം ഉള്ളതാണ്. അപ്പോൾ ശനി ജന്മനാ തന്നെ ഇവർക്ക് ബലക്ഷയമുള്ള ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്. അങ്ങനെയുള്ള ശനി ജന്മത്തിൽ വന്ന് നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗ്രഹനിലയിൽ ശനിക്ക് ബലമുണ്ട്, ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ വ്യാഴക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ശനി വരുന്നത് കൊണ്ടും ദോഷത്തെ വലുതായി ചെയ്യില്ല എന്ന പ്രമാണം വച്ച് മീനക്കൂറുകാർക്ക് ആശ്വസിക്കാൻ സാധിക്കും. മാത്രമല്ല മെയ് 14 തൊട്ട് ഈ 3-ൽ നിൽക്കുന്ന വ്യാഴം 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കും. രാഹുകേതുക്കളും ജന്മത്തിൽ നിന്നുകൊണ്ട് മേയോടുകൂടി മാറും. ഇത് രണ്ടും തീർച്ചയായിട്ടും ശനിയുടെ കാഠിന്യത്തെ, ദോഷകാഠിന്യത്തെ കുറയ്ക്കും. സ്വാഭാവികമായിട്ടും കുറേ അധ്വാനിക്കേണ്ടി വരും, കുറേ തടസ്സങ്ങളുണ്ടാവും. പക്ഷേ 4-ലും 5-ലുമായി വ്യാഴം 2 വർഷത്തോളം, അതായത് മെയ് 14 മുതൽ 4, അത് കഴിഞ്ഞ 5, ഇപ്പോൾ 2025 മുതൽ 2027 മെയ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറച്ചൊക്കെ ഇവർക്ക് കിട്ടും. ഇടയ്ക്ക് വക്രസഞ്ചാരമൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ വ്യാഴം അതത്ര ദോഷകരമായി ബാധിക്കില്ല. അതുകൊണ്ട് ജന്മശനി വലിയ തോതിൽ മീനം രാശിക്കാരെ, മീനക്കൂറുകാരെ ബാധിക്കില്ല എന്ന് വേണം ചിന്തിക്കാൻ. എന്നാലും ശ്രദ്ധിക്കണം. കാരണം കുറച്ചു കാലമായി ഈ വ്യാഴം 3-ൽ നിൽക്കുന്നതിൻ്റെയും 7 ശനി തുടങ്ങുന്നതിൻ്റെയൊക്കെ കാഠിന്യം അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജന്മശനിയിൽ അത്ഭുതകരമായി ചിലപ്പോൾ ചില ഗുണങ്ങളായിരിക്കും മീനക്കൂറുകാരെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മറക്കാതിരിക്കുക. എന്തായാലും എല്ലാവർക്കും ഈ ശനിമാറ്റം ഗുണത്തെ ചെയ്യട്ടെ. ദോഷങ്ങളുള്ളവർ പ്രാർത്ഥന കൊണ്ടും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടും നിഷ്ഠകൾ കൊണ്ടുമൊക്കെ കാര്യങ്ങൾ ദോഷകരമായി അല്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കട്ടെ എന്ന് പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ശനി പരിപൂർണ ദുഷ്ടനായി ഇവിടെ നിന്ന് ആക്രമിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വ്യാഴത്തിൻ്റെ രാശിയിൽ, ധനുവിൻ്റെയും മീനത്തിൻ്റെയും രാശിയിൽ വ്യാഴം പൊതുവെ ശാന്തനായിട്ടാണ് കാണുന്നത്. പലരുടെയും അനുഭവങ്ങൾ തന്നെ അതാണ്. പിന്നെ നമ്മുടെ ജാതകത്തിലെ ശനിയുടെ നിലയുമെല്ലാം അതിനെ സ്വാധീനിക്കും. എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം.